ശ്രീനിജിൻ്റെ കാലെ പിടിക്കാൻ പറഞ്ഞു ഞങ്ങളോട്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അതെന്തിനാട്ടാ എന്ന് ചോദിച്ചു. അല്ല അതെ ശ്രീനിജിൻ്റെ കാലെ പിടിക്കാതെ തീരില്ല, വെറുതെ നമ്മളിതിൻ്റെ അകത്ത് ശ്രീനിജിൻ്റെ കാലെ പിടിച്ചിട്ട് നമുക്കത് തീർക്കാനുള്ള ഒരു ഉദ്ദേശമില്ല എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയുള്ള ഈഗോയാണ് ഈ പ്രശ്നത്തിലേക്ക് എത്തിച്ചത്. എൻ്റെ മുത്തശ്ശൻ്റെ പേരിലുള്ള കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1976 പക്ഷേ ഈ കുടിയെടുപ്പവകാശം നൽകിയതിന് ശേഷം ഈ മൊത്തം ഭൂമി അവർ കയ്യേറുകയും അവർ കൃഷി ചെയ്ത് ജീവിക്കുകയുമായിരുന്നു. ഞങ്ങളുടെ തണ്ടപ്പേര് സ്ഥിരീകരിക്കുകയും അതുമാത്രമല്ല ഇതാണ് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കോടതി ഉത്തരവ് വരികയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ ജഡ്ജിമെൻ്റ് ഒന്നും ഒരാളും വായിച്ചിട്ടില്ല, ആർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പിതാവ് ഈ ശങ്കരൻ നായർ പട്ടയം കൊടുക്കുന്ന സമയത്ത് അവിടെ 2 കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. കോടതിയിലുള്ള വിധി ഞങ്ങൾക്ക് അംഗീകരിച്ച് കിട്ടണം, കോടതി വിധി ഞങ്ങൾക്ക് നടപ്പാക്കി തരണം ഗവൺമെൻറ്, അത്ര ഞാൻ പറഞ്ഞു. നമസ്കാരം. പെരുമ്പാവൂർ പരിയത്തുകാവ് ഉന്നതിയിൽ താമസിക്കുന്ന 8ഓളം കുടുംബങ്ങളെ പോലീസ് ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് അന്വേഷിക്കുവാൻ മറുനാടൻ ശ്രമിച്ചു. അതിൽ അറിഞ്ഞത് ഞെട്ടിക്കുന്ന ചതിയുടെ വഞ്ചനയുടെ കഥയാണ്. പരിശോധിക്കാം എന്താണ് പരിയത്തുകാവ് ഉന്നതി കേസ്. 1/2 നൂറ്റാണ്ടോളം നീണ്ട നിയമയുദ്ധത്തിൻ്റെ ചരിത്രമാണ് പെരുമ്പാവൂർ പരിയത്തുകാവ് കേസിനുള്ളത്. ശങ്കരൻ നായർ എന്ന വ്യക്തിയുടെ പറമ്പിലെ ജോലിക്കാരായിരുന്നു കാളക്കുറുമ്പനും മകൻ കുമാരനും. കുടികിടപ്പവകാശം വേണമെന്ന ആവശ്യം ഇരുവരും ഉന്നയിച്ചു. കാളക്കുറുമ്പന് 15 സെൻറ്റും കുമാരന് 8 സെൻറ്റും ശങ്കരൻ നായർ നൽകി. കുടികിടപ്പവകാശമായി നൽകിയ ഭൂമിക്ക് പുറമെ ശങ്കരൻ നായരുടെ ബാക്കി 2 ഏക്കർ 92 സെൻറ്റ് ഭൂമി കൂടി പുറമ്പോക്കാണെന്നാരോപിച്ച് ഇവർ കയ്യേറാൻ ശ്രമിച്ചു. 1976 ശങ്കരൻ നായർ തൻ്റെ ഭൂമി സംരക്ഷിക്കാനായി കോടതിയെ സമീപിച്ചതോടെയാണ് ഈ കേസിൻ്റെ തുടക്കം. ഈ കണ്ണാട്ട് ഗോവിന്ദൻ നായർക്ക് 4 ഏക്കർ 20 സെൻറ്റ് ഭൂമി ഉണ്ടായിരുന്നു. 2 ഏക്കർ 92 സെൻറ്റ് ഭൂമി ശങ്കരൻ നായരുടെ പേരിൽ ഇഷ്ടദാനമായിട്ട് നൽകി. ആ ഭൂമിയിൽ കുറച്ച് ഭാഗം പെരിയാർ വാലി കനാലിനും റോഡിനും എടുത്തു പോയിട്ടുണ്ട്. അതിനുശേഷമുള്ള ബാക്കിയുള്ള ഭൂമി ഈ പറയുന്ന കക്ഷികളുടെ ഇതിനകത്തുള്ള കക്ഷികളുടെ കൈവശമാണ് ഇപ്പോൾ. അതിൽ നിന്ന് 23 സെൻറ്റ് ഭൂമി ലാൻഡ് ട്രിബ്യൂണൽ ഓർഡർ പ്രകാരം അവർക്ക് കുടിവെടുപ്പ് അവകാശം നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ഈ കുടിവെടുപ്പ് അവകാശം നൽകിയതിന് ശേഷം ഈ മൊത്തം ഭൂമി അവർ കയ്യേറുകയും അവർ കൃഷി ചെയ്ത് ജീവിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ അവർ താലൂക്കിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. ഇവരുടെ ഭൂമിയാണെന്നും ഇവർക്ക് അതിനകത്ത് അവകാശം തരണമെന്നും പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ശങ്കരൻ നായർ മുനിസിപ്പൽ കോടതിയെ സമീപിക്കുകയും അതിനെ ഒരു ഇഞ്ചക്ഷൻ വാങ്ങുകയും ചെയ്തു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തന്നെ അവർ ആ ഭൂമിയിൽ അതിക്രമിച്ച് കയറുകയും വീട്ടിൽ വിട്ട് അങ്ങനെ താമസിച്ചു തോറ്റുകയായിരുന്നു. പിന്നീട് പല കോടതികളിലും കയറി ഇറങ്ങി അവിടെ നിന്നെല്ലാം സ്റ്റേ കിട്ടുകയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവർ അവിടെ കെട്ടിടങ്ങൾ പണിയുകയും എല്ലാം ചെയ്തു തുടർന്ന് ഇപ്പോൾ 6 കുടുംബങ്ങൾ അവിടെ താമസമുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പിതാവ് ഈ ശങ്കരൻ നായർ പട്ടയം കൊടുക്കുന്ന സമയത്ത് അവിടെ 2 കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാളുകുറുമ്പൻ, കുമാരൻ. ഇവർക്ക് 2 പേർക്കുമായിട്ടാണ് 23 സെൻറ്റ് ഭൂമി നൽകുന്നത്. അതിനുശേഷം അത് 76 തുടങ്ങിയ കേസാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏതാണ്ട് 50 വർഷം ആയിക്കഴിഞ്ഞു. അതിനിടയിൽ അവരുടെ അടുത്ത ജനറേഷൻ എത്തി. അങ്ങനെ മക്കളുടെ മക്കളും ഒക്കെ ആയിട്ടാണ് ഈ കുടുംബങ്ങളെല്ലാം ഉണ്ടായി വന്നത്. കുടികിടപ്പുകാരുടെ അവകാശം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ കുടികിടപ്പ് അവകാശം ലാൻഡ് ട്രിബ്യൂണൽ ഓർഡർ പ്രകാരം ഒരു 23 സെൻറ്റ് കൊടുക്കുന്നത്. പക്ഷേ ഈ ഭൂമി ഉപയോഗിക്കാതെ തന്നെ അതിനടുത്തുള്ള ഞങ്ങളുടെ വക ഭൂമി തന്നെ കയ്യേറി അവിടെ കുടിൽ കെട്ടുകയും താമസമാക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഞങ്ങൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നത്. 1980 പെരുമ്പാവൂർ മുൻസിഫ് കോടതി ഈ ഭൂമി പുറമ്പോക്കല്ലെന്നും ശങ്കരൻ നായരുടെ സ്വന്തം വസ്തുവാണെന്നും കാണിച്ച് ആദ്യ വിധി പുറപ്പെടുവിച്ചു. ഇതിനെതിരെ കാളുക്കുറുമ്പനും കുടുംബവും പലതവണ കോടതികളെ സമീപിച്ചെങ്കിലും പറവൂർ സബ് കോടതിയും ഹൈക്കോടതിയും ഈ വാദങ്ങളെല്ലാം തള്ളി. 1997 കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി ഈ കേസിൽ ഒരു നിർണായക നാഴികക്കല്ലായിരുന്നു. ഭൂമി ശങ്കരൻ നായരുടേത് തന്നെയെന്ന് വ്യക്തമാക്കിയ കോടതി അവിടെ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടു. പിന്നീട് കേസ്
സുപ്രീം കോടതിയിലെത്തിയെങ്കിലും ഹൈക്കോടതി വിധി സുപ്രീം കോടതിയും ശരിവെക്കുകയാണ് ഉണ്ടായത്. വർഷങ്ങൾ നീണ്ട ഈ നിയമ പോരാട്ടത്തിനിടയിൽ ശങ്കരൻ നായരും എതിർകക്ഷി കാളുകുറുമ്പനും മരണപ്പെട്ടെങ്കിലും ഇവരുടെ അവകാശികൾ കേസ് തുടർന്ന് നടത്തി. ഒടുവിൽ വിധി നടപ്പാക്കാനായി അഡ്വക്കേറ്റ് കമ്മീഷണറും ആമീനും എത്തിയപ്പോഴെല്ലാം വിധികർത്താക്കളുടെ അവകാശികളും ചില രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് ഇവരെ തടയുകയായിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും മതിയായ സംരക്ഷണം കിട്ടാതിരുന്നതിനെ തുടർന്ന് ശങ്കരൻ നായരുടെ അവകാശികൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. എൻ്റെ മുത്തച്ഛൻ്റെ പേരിലുള്ള കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1976-ലാണ്. 76-ലെ കേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേറെ ഒന്നുമല്ല, ഇവർക്ക് നമ്മൾ 1970 കാളൂറുമ്പൻ എന്ന് പറഞ്ഞ ആൾക്കും മൂത്ത മകൻ കൊടുങ്ങല്ലി കുമാരൻ എന്ന് പറഞ്ഞ വ്യക്തിക്കും നമ്മൾ ഇവിടെ കുടികിടപ്പാവകാശം എൻ്റെ മുത്തച്ഛൻ കൊടുത്തിരുന്നു. ജഡ്ജ്മെൻറ്റിലും മറ്റെല്ലാ കാര്യത്തിലും നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും അത് ജഡ്ജ്മെൻറ്റിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ നമ്മളാ കൊടുത്ത 23 സെൻറ്റ് സ്ഥലത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ബാക്കിയുള്ള ഞങ്ങളുടെയുള്ള ഈ പ്രോപ്പർട്ടിയിൽ കൈയേറുകയും സംഭവിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് മുത്തച്ഛൻ 1976 തൊട്ട് ഇതിൻ്റെ ഇഞ്ചക്ഷനും മറ്റും കോടതി വ്യവഹാരങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോയി. ഒരു കേസ് 84 കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത് മുനിസിപ്പൽ കോർട്ടിൽ. അതിൻ്റെ വിധി വരികയും അതിൻ്റെ വിധിയാണ് ഇപ്പോൾ നടപ്പിലാകുന്നത്. അതിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ ഡിസ്പോസ് ദ ബിൽഡിംഗ് ആൻഡ് വെക്കേറ്റ് ദ ലാൻഡ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് മേളിലുള്ള കോടതികളിലെല്ലാം ഇങ്ങനെ ഘട്ടം ഘട്ടമായി പോവുകയും അതിനെ ചൊല്ലി ഹൈക്കോടതിയിലെത്തുകയും ഹൈക്കോടതി അത് മുനിസിപ്പൽ കോടതിയോട് അളന്നു തിരിക്കാൻ പറയുകയും അങ്ങനെ ഈ 19 ഏക്കർ ഇവർ പറഞ്ഞ അളന്നു തിരിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതാണ് പ്രോപ്പർട്ടി എന്ന് കണ്ടെത്തുകയും 1997 ഉത്തരവ് പ്രകാരം ഞങ്ങളുടെ തണ്ടപ്പേര് സ്ഥിരീകരിക്കുകയും അതുമാത്രമല്ല ഇതാണ് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കോടതി ഉത്തരവ് വരികയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ ജഡ്ജിമെൻ്റ് ഒന്നും ഒരാളും വായിച്ചിട്ടില്ല. ആർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. എല്ലാവരും ബ്ലൈൻഡ് ആയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ കേസിനെ കുറിച്ച് നാൾ വഴികളെക്കുറിച്ച് ആരും നോക്കിയിട്ടില്ല. ഇതിനെ കോംപ്രമൈസിന് വിളിച്ചിരുന്നു, പലപ്പോഴായിട്ട് കോംപ്രമൈസ് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആരും തന്നെ ഇത് തീർക്കണം എന്ന രീതിയിലുള്ളൊരു കോംപ്രമൈസ് അല്ല. ഞാൻ എന്ത് പറയുന്നു അത് നിങ്ങൾ അംഗീകരിക്കണം എന്ന രീതിയിലുള്ള സമീപനമാണ് ഞങ്ങളോടുണ്ടായത്. ഞങ്ങൾ എന്ത് പറയുന്നു അത് നിങ്ങൾ അംഗീകരിക്കണം. അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇത്രയും കാലം ലക്ഷക്കണക്കിന് രൂപ മുടക്കി കേസ് നടത്തി ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നിട്ട് മേടിച്ചെടുത്തതാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇവർക്ക് സുപ്രീം കോടതി പോകാൻ കാശുണ്ടായില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് സുപ്രീം കോടതി പോയത് നമ്മുടെ മുൻ MLA ശ്രീനിജൻ സാറിൻ്റെ കെയർ ഓഫിലാണ് സുപ്രീം കോടതി പോയത്. അവർ പോയതൊക്കെ ആ കെയർ ഓഫിലാണ്. സാറ് തന്നെ പലപ്പോഴും ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനാ പോയിട്ടുണ്ട്, ഏതോ ഒരു ബൈറ്റിൽ ഞാൻ കണ്ടു അത്. അപ്പോൾ അതല്ലാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇവർക്ക് വേണ്ടി വാദിച്ചതെല്ലാം മുനിസിപ്പൽ കോടതിയിലും രണ്ടാമത് ക്ലെയിം പെറ്റീഷനായിട്ട് വന്നപ്പോൾ വാദിച്ചതൊക്കെ ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ്സ് വന്നാണ് മുനിസിപ്പൽ കോടതിയിൽ വാദിച്ചത്. സബ് മുനിസിപ്പൽ കോടതിയിലും സബ് കോർട്ടിലും ഹൈക്കോടതിയിലൊക്കെ വാദിച്ചത് സീനിയർ അഡ്വക്കേറ്റ് ഹൈക്കോടതിയിൽ നേരിട്ടൊന്നും ഇവിടെ വാദിക്കുകയത്. അപ്പോൾ ഇവർക്ക് വേണ്ടി മാക്സിമം എല്ലാവരും കോടതിയിലും എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ്സ്. എന്താ പറയുക, രേഖകളൊന്നും അവരുടെ കൈകളില്ലാത്തത് കൊണ്ട് അതെല്ലാം തള്ളിപ്പോവുകയും ചെയ്തു. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഈ ദളിത് കുടുംബങ്ങളോട് നിങ്ങൾ ക്രൂരത കാണിക്കുന്നു എന്നാണ്. ഞങ്ങൾ ക്രൂരത കാണിച്ചാൽ ഇവർ ഈ 54 കൊല്ലവും 1984 തൊട്ട് ഈ 84-ലെ കേസ് കെട്ടി എടുത്ത് വെച്ചാൽ എണീറ്റ് വെക്കണം. എന്നെക്കാളും പ്രായം കൂടുതലാണ് കേസ് കെട്ടി. ബഹുമാനമുണ്ട്, ബഹുമാനം വെക്കണമെങ്കിൽ എണീറ്റ് വെക്കണമല്ലോ. അത്രയ്ക്ക് പ്രായമുണ്ട്. ഇത്രയും കാലമായിട്ട് ഞങ്ങൾ അവരെ എന്താ ദ്രോഹിച്ചേക്കണേ? ഞങ്ങൾ ആ പ്രോപ്പർട്ടിയിൽ പോയിട്ടുണ്ടോ? ഞങ്ങൾ പോയിട്ടില്ല. ഞാനോ എൻ്റെ ചേട്ടന്മാരോ എൻ്റെ ബാങ്കന്മാരോ ഒരാളും പോയിട്ടില്ല. ഈ കൊച്ചം പോലും ആ പ്രോപ്പർട്ടിയിൽ പോയിട്ടില്ല, കടന്നിട്ടില്ല അവിടെ. പിന്നെ എങ്ങനെ ഞങ്ങൾ അവരെ ദ്രോഹിക്കുന്നത്? അവരെപ്പോഴും കേസ് നടത്തുന്നത് ആ പ്രോപ്പർട്ടി അവരുടെയാണെന്നും പറഞ്ഞല്ല, പുറമ്പോക്കാണെന്നും പറഞ്ഞാണ് കേസ് നടത്തുന്നത്. ഇതിനിടയിൽ പലവട്ടം ഈ ദളിത് കുടുംബങ്ങളുമായി ഒരു സമവായത്തിലെത്താൻ ശങ്കരൻ നായരുടെ ബന്ധുക്കൾ ശ്രമിച്ചു. 40 സെന്റ് ഭൂമി നൽകി കേസ് ഒത്തുതീർപ്പാക്കാനായിരുന്നു ശ്രമം. എന്നാൽ കുന്നത്തുനാട് MLA ആയിരുന്ന PV ശ്രീനിജൻ അതിന് ഇടങ്കോലിടുകയായിരുന്നു. ഈ പറഞ്ഞ പ്രദേശം ഈ ഞങ്ങൾ ശരിക്കും എൻ്റെ അയൽവക്കാണ് ഇവർ, തങ്കപ്പൻ നായർ എന്നാണ് ഞങ്ങൾ പറയണത്. ശരിക്കും ഈ 2 ഏക്കർ 92 സെൻറ്റ് സ്ഥലം അവരുടെ ആയിരുന്നു ശരിക്കും. ഈ പറഞ്ഞ ഇപ്പോൾ കേസ് ഫയൽ ചെയ്തേക്കണേ എൻ്റെ, അതായത് കാളൂറുമ്പൻ, കൊടുങ്കളി, ഇവരവിടെ ജോലിക്കാരായിരുന്നു ഇവരുടെ. കാരണം ഇവിടേക്കൊരു സാമാന്യ തെറ്റില്ലാത്ത കുടുംബമാണ്. അപ്പോൾ അവിടെ ജോലി കൊടുത്തു കഴിഞ്ഞ് സംഗതി ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഇത് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് കുടികിടപ്പാവകാശം പറഞ്ഞു. അങ്ങനെ തമ്മിത്തല്ലായി, വഴക്കായി. അവർ ഇവിടെ വന്നിട്ട് വഴക്കൊക്കെ ലാസ്റ്റ് ഇവർ പറഞ്ഞ ഒരു പണി 23 സെൻറ്റ് സ്ഥലം കുടികിടപ്പാവകാശമായിട്ട് കൊടുത്തു.
അത് കഴിഞ്ഞ് അവിടെ നിന്നുകൊണ്ട് ഇതിലേക്ക് കയറി ബാക്കി കയറി ഇവർ കൈയടക്കി. മക്കളും ഇയാക്കടെ മക്കൾ ചോദി, അയ്യപ്പൻ ഇവരൊക്കെ കൂടി അങ്ങോട്ട് കൈയടക്കി നിർത്തും ശരിക്കും. പിന്നെ ഇവർക്ക് ചോദിക്കാനും പറയാൻ ആരും ഉണ്ടായില്ല. ഈ ചേച്ചി മാത്രമേ ഉള്ളൂ, പെണ്ണുങ്ങൾ. പിന്നെ ഒന്നുമില്ലല്ലോ. അങ്ങനെ ഇവർ എന്ത് ചെയ്യാനാ, മറ്റച്ഛനും പാടില്ലാത്ത ആളായിരുന്നു. അങ്ങനെയാണ് കേസുമായിട്ട് പോണത് ശരിക്കും. ആ കേസ് ശരിക്കും ഇവിടം വരെ എത്തി എന്നുള്ളതാണ് സത്യം ശരിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്കത് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് രീതിയിലൊക്കെ തീർത്ത് ഇങ്ങനെയൊക്കെ പോവാം എന്ന് പറഞ്ഞു. ഇവർ നല്ലവരായതുകൊണ്ട് എന്നോട് പറഞ്ഞു മോനെ എന്താണെന്ന് വെച്ച് ചെയ്തോ എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഓപ്ഷൻ വെച്ചു, 40 സെൻറ്റ് സ്ഥലം അവർക്ക് കൊടുക്കാം. ശരി. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് MK അനിൽകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ചേട്ടനോടാണ് ഞാനത് പറയണേ. ചേട്ടനെ എന്നെ വിളിക്കണു എന്നത് എങ്ങനെയാണ് സംസാരിച്ചൊന്ന് തീർക്കണോടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഏട്ടാന്ന് പറഞ്ഞു. ഞാൻ ചേട്ടനുമായിട്ട് സംസാരിച്ചു. ഞാനും ഇതിൻ്റെ പ്രതിനിധിയായ സുമേഷും കൂടി പുക്കാട്ടുപടിക്കാൻ പോകുന്നു, സംസാരിക്കുകയാണ്. ഞങ്ങൾ 3 പേരെ ഉണ്ടായിട്ടുള്ളൂ. എല്ലാം ഏറ്റു. നമുക്ക് നോക്കാം, നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞു. ഞാൻ മതിലൊക്കെ കെട്ടി തന്നേക്കാം, ബാക്കി ഒരു 40 സെൻറ്റ് ഇവർക്ക് കൊടുക്കും. ഇപ്പോൾ പുള്ളി ഒരു 50 കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ പറ്റില്ല. കാരണം 23 നേരത്തെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്ര ഒരു 40 വഴി അടക്കം നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. സമ്മതിച്ച് പുള്ളി പോയതാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഏട്ടാ അത് നടക്കില്ല. അതെന്താട്ടോ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറയാണ്ടാണ് ആദ്യം സംസാരിച്ചത്. ഇവിടെ വന്നപ്പോൾ എനിക്കറിയാം ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഇവരെ എനിക്കറിയാം, അതുകൊണ്ട് അപ്പോൾ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് ശ്രീനിജിൻ്റെ കാലേ പിടിക്കാൻ പറഞ്ഞു ഞങ്ങളോട്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അതെന്തിനാട്ടാ എന്ന് ചോദിച്ചു. അല്ല അതെ ശ്രീനിജിൻ്റെ കാലേ പിടിക്കാതെ തീരില്ല, വെറുതെ നമ്മളിതിൻ്റെ അകത്ത് ഇതാവും. ഞാൻ പറഞ്ഞു ശരി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ സുമേഷിനെ വിളിച്ചു, ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ സുമേഷ് പറഞ്ഞു അത്രയും ഇതിന് പോകണ്ട, കേൾക്കണം, നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ ഏട്ടാ, ഇനി കോംപ്രമൈസിന് പോകണ്ട ഏട്ടാ എന്ന് പറഞ്ഞു. ശ്രീനിജിൻ്റെ കാലിൽ പിടിച്ചിട്ട് നമുക്കത് തീർക്കാനുള്ള ഒരു ഉദ്ദേശമില്ല എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയുള്ള ഈഗോയാണ് ഈ പ്രശ്നത്തിലേക്ക് എത്തിച്ചത് ശരിക്കും. ഈ പാവങ്ങൾക്ക് ഒന്നും കിട്ടാതെ പോണതും ഈ പാർട്ടിയാണ് ശരിക്കും. അതായത് അന്ന് ശ്രീനിജിന്റെ കാലിൽ പിടിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം നടന്നേനെ. പക്ഷെ ഞങ്ങൾ പോവില്ല. ഞാൻ ഇവരുടെ മുമ്പിലിരുന്നല്ലേ പറഞ്ഞേ, പോവില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇവർ വന്നിരുന്ന പിന്നെ നമുക്ക് സംസാരിക്കാമായിരുന്നു, അതായത് വിത്തിൻസായിട്ട് സംസാരിക്കാമായിരുന്നു. അതൊന്നും വന്നില്ല. എന്നാൽ ഈ ശ്രീനിജൻ ഇവിടുത്തെ MLA ആണ്. ഈ വീട്ടിലൊന്ന് കയറി വരാം, ഒരു ടോക്ക് നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ വന്നിട്ടുള്ള ഇതുവരെ ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല. 3 ചർച്ചയ്ക്ക് എന്നെ വിളിച്ചു, എല്ലാം പ്രതിനിധീകരിച്ച് ഞാനാണ്. ഇന്ന് ചെയ്യാം, അത് ചെയ്യാൻ ചേട്ടാ, നമുക്ക് നാടല്ലേ, നമുക്കൊക്കെ ചെയ്യാമെന്ന് പറയും. അവസാനം വന്നെത്തുന്നത് ശ്രീനിജിൻ്റെ അടുത്താണ്. ശ്രീനിജിൻ്റെ കാലയിൽ ഞങ്ങൾ വീഴണമെന്നാണ് പറയുന്നത്. അത് നടക്കില്ല. ഞങ്ങൾ നിങ്ങളോട് പറയുന്നില്ല, നടക്കില്ല, അങ്ങനത്തെ ഒരു സംഭവം നടക്കില്ല. ഇവരുടെ ഭൂമി കൈയേറിയേക്കണമാണ്. ജനങ്ങൾക്ക് ഇതറിയില്ല. മറ്റുള്ളവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ദളിതരെ ഇറക്കി വിടുക എന്നാണ്. ഇതിൻ്റെ എന്താ പെറ്റീഷൻസോ എന്താ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ചാലുകാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ അവർക്കും അറിയില്ല കേട്ടോ സത്യം എന്താണെന്ന്. ഞങ്ങളിതുവരെ ഒരു ബൈറ്റ് കൊടുക്കാനും തയ്യാറായില്ല. വേണ്ട, എന്തിനാ ഈ കുഴപ്പങ്ങളിലേക്ക് പോകണം. ഇനി ഈ വാദപ്രതിവാദം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചതാണ് ശരിക്കും ഇന്നും മറുനാടൻ മലയാളി ആയതുകൊണ്ട് മാത്രമാണ് തന്നത് തന്നെ സത്യം പറഞ്ഞു. കാരണം ഇന്ന് സമൂഹത്തിൽ നിങ്ങളാണ് ഉന്നതിയിലേക്കണം. കാരണം വിശ്വാസം, ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. നിങ്ങളെ തന്നെ തിരഞ്ഞെടുത്തത് അത് തന്നെയാണ്. 1/2 നൂറ്റാണ്ടോളം കോടതി വിധി അനുകൂലമായിട്ടും അത് നടപ്പിലാക്കാൻ സർക്കാർ ഇനിയും കനിവ് കാട്ടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. നമ്മുടെ സ്ഥലം അവർക്ക് മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ കാശ് ചിലവാക്കി ഞങ്ങൾ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതാണ് ഈ സ്ഥലം മുഴുവനും. എൻ്റെ അച്ഛൻ, ഞങ്ങൾക്ക് വേറെ 10 പൈസ വരുമാനമില്ല ഞങ്ങൾക്ക്. എൻ്റെ ചേച്ചിക്ക് എത്ര പ്രായമായി, എണിക്കാൻ വല്ല കാലം കഴിഞ്ഞു. ഞാനും ഇതുപോലെ തന്നെ പ്രായമായ ഞങ്ങൾക്ക് ഇത് കിട്ടണം. കോടതിയിലുള്ള വിധി ഞങ്ങൾക്ക് അംഗീകരിച്ച് കിട്ടണം. കോടതി വിധി ഞങ്ങൾക്ക് നടപ്പാക്കി തരണം ഗവൺമെൻറ്, അത്ര ഞാൻ പറയണോ. കഴിഞ്ഞ ദിവസവും ഹൈക്കോടതിയിൽ കേസെത്തിയപ്പോൾ സുപ്രീം കോടതി വിധി പ്രകാരം അനധികൃതമായി കടന്നുകയറിയവരെ കുടിയൊഴിപ്പിക്കണമെന്ന് തന്നെ പറഞ്ഞു. ഇതിനായി 2 ആഴ്ചത്തെ സമയവും നൽകിയിരിക്കുകയാണ്. സ്വന്തം ഭൂമി മറ്റൊരാൾ ബലമായി കയ്യേറിയപ്പോൾ നിയമം കയ്യിലെടുക്കാതെ 1/2 നൂറ്റാണ്ടുകാലം കോടതിക്ക് പുറകെ നടന്ന് നീതി നേടിയെടുത്ത ശങ്കരൻ നായരുടെയും കുടുംബത്തിൻ്റെയും പോരാട്ടം ഈ നാട്ടിലെ നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതാണ്. കൊച്ചിയിൽ നിന്നും R. പിയൂഷ്, മറുനാടൻ മലയാളി.